കാഴ്ചയുടെ സൗന്ദര്യവും ആവേശവും തീർത്ത് ആശ്രമം മൈതാനത്ത് കൊല്ലം പൂരം പെയ്തിറങ്ങി. ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂരമാണ് വിസ്മയ കാഴ്ചയായത്. 26 ഗജവീരന്മാർ പൂരത്തിൽ അണിനിരന്നു. മേടച്ചൂടിൽ പൂരാവേശമുയർത്തി ആശ്രമം മൈതാനത്ത് താമരക്കുളത്തിന്റെയും പുതിയകാവിന്റെയും 26 കൊമ്പന്മാർ അണിനിരന്നപ്പോൾ ആവേശം വാനോളം. ശില്പങ്ങളും ചിത്രങ്ങളും ദേവരൂപങ്ങളും വർണ്ണക്കുടകൾക്കൊപ്പം ആനപ്പുറം കയറി. ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റം കൊല്ലത്തിന് സമ്മാനിച്ചത് വർണ്ണവിസ്മയത്തിന്റെ മായക്കാഴ്ചയാണ്. പതിനായിരങ്ങളാണ് പൂരം കാണാൻ ആശ്രമം മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത്. കരിവീരന്മാരുടെ മുകളിൽ വർണ്ണക്കുടകളുടെ രൂപങ്ങൾ മിന്നിമറഞ്ഞപ്പോൾ ജനസാഗരം ആർത്തുവിളിച്ചു. കടവൂർ അഖിലും പാലക്കാട് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും ഒരുക്കിയ മേളപ്പെരുക്കം ആവേശത്തിന് മാറ്റുകൂട്ടി. ക്ഷേത്രത്തിലെ കുടമാറ്റത്തിന് ശേഷമാണ് മൈതാനത്തേക്ക് ഇരുവിഭാഗവും എത്തിയത്. രാവിലെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 13 ചെറുപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. തുടർന്ന് ആനനീരാട്ടും ആനയൂട്ടും നടന്നു. വൈകിട്ട് കൊടിയിറക്ക ചടങ്ങ് പൂർത്തിയായ ശേഷം തിടമ്പേറ്റിയ തൃക്കടവൂർ ശിവരാജു പടിവാതിലിൽ നിന്നതോടെയാണ് ക്ഷേത്രത്തിനു മുന്നിലെ കുടമാറ്റം ആരംഭിച്ചത്. താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ദേവിയുടെയും എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തി. കുടമാറ്റത്തിന് ശേഷം ആറാട്ട് പുറപ്പാട് നടന്നു. ഇതോടെ അകമ്പടി നിൽക്കുന്ന ആനകൾ മൈതാനത്തേക്കെത്തി. ഗുരുജിയിൽ ശിവനാരായണൻ താമരക്കുളം മഹാഗണപതിയുടെയും പുത്തൻകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെയും തിടമ്പേറ്റി. ക്ഷേത്രത്തിൽ 202 കലാകാരന്മാർ ചേർന്നായിരുന്നു ആൽത്തറമേളം ഒരുക്കിയത്. കുടമാറ്റത്തിനിടയിൽ പാണ്ടിമേളം ഉയർന്നു. തുടർന്ന് ഇരു സംഘങ്ങളും ചേർന്ന് പഞ്ചാരി കൊട്ടി. കുടമാറ്റത്തിന് ശേഷം താമരക്കുളം വിഭാഗവും പുതിയകാവും ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.